അരക്കണ്ണനാടാ എന്റെ കോള് പോലും എടുക്കുന്നില്ല ഏട്ടാ. അണ്ണനാ 1 മിനിറ്റ് പിന്നെ എന്നെ വിളിച്ചുകൊള്ളല്ലോടാ. ആ അണ്ണാ, നാളെ ബർത്ത്ഡേ ആണ് അണ്ണാ. നമ്മളെല്ലാവരുടെയും ബർത്ത്ഡേക്ക് ഒക്കെ ആഘോഷിക്കാൻ പോവണ്ണ. നമ്മുടെ ബർത്ത്ഡേക്ക് വരെ ആരും ഇല്ലല്ലോ അണ്ണാ. അല്ലണ്ണാ, നമ്മളെല്ലാവരുടെയും ബർത്ത്ഡേക്ക് ആഘോഷിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവണ്ണ. നമ്മുടെ ബർത്ത്ഡേക്ക് വരെ ആരും ഇല്ലണ്ണ. ഒരു കേക്ക് പോലും മേടിക്കണ്ട അണ്ണാ. കാണാൻ വന്നാ മതിയായിരുന്നു, സന്തോഷമായേര്. ഇല്ലണ്ണ, നമ്മൾ ആരെയും വിളിക്കുന്നൊന്നുമില്ലണ്ണ. നമ്മള് സർപ്രൈസ് ആയിട്ട് വരുന്നതാണ്. നമ്മുടെ ബർത്ത്ഡേ ഇപ്പൊ ആഘോഷിക്കാൻ ആരും ഇല്ലല്ലോ അണ്ണ. കുഴപ്പമില്ലണ്ണ, കുഴപ്പമില്ല അണ്ണാ. ശരി ശരി അണ്ണാ, ശരി അണ്ണാ, കുഴപ്പമില്ല കുഴപ്പമില്ല അണ്ണാ. അണ്ണാ ലൈവ് ആണ്, ലൈവ് ലൈവ്. അണ്ണാ അങ്ങനൊന്നുമില്ല അണ്ണാ, അങ്ങനൊന്നുമില്ല അണ്ണാ, അങ്ങനൊന്നുമില്ല അണ്ണാ. അണ്ണാ ദാരിദ്ര്യം ഒന്നുമില്ല അണ്ണാ. നമുക്ക് അണ്ണാ പൈസ അല്ലല്ലോ അണ്ണാ. പൈസ അൾട്ടിമേറ്റ് ആണെണ്ണാ. പക്ഷെ എന്നാലും നമുക്ക് അതിലും അൾട്ടിമേറ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെണ്ണ. കുഴപ്പമില്ല അണ്ണാ. അണ്ണ വന്നാ മതി അണ്ണ, അണ്ണ വന്നാ മതി അണ്ണ. ആ 15,000 ആണല്ലോ അണ്ണൻ വന്നാ മതി അണ്ണ. അണ്ണൻ വന്നാ മതി, എനിക്ക് അണ്ണൻ വന്ന് കണ്ടാ മതി. ഇല്ല അണ്ണ, ഇല്ല അണ്ണ 20,000 രൂപ അയക്കില്ലെന്ന് അറിയാം. അണ്ണൻ വന്നാ മതി. ഇല്ല അണ്ണൻ വന്ന് 20,000 20,000 20,000 അണ്ണ വരണമെന്നില്ല, കുഴപ്പമില്ല. അണ്ണന്റെ തിരക്കൊക്കെ എനിക്ക് മനസ്സിലാവും. അതെ വരൂല്ലേ അണ്ണേ. അയ്യോ അണ്ണാ, അവിടുന്ന് 1 മണിക്കൂർ യാത്രയുള്ള എന്റെ വീട്. കുഴപ്പമില്ല കുഴപ്പമില്ല, സീനില്ല സീനില്ല. ശരിയാണ 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 ശരിയാണ്. പാസ്വേഡിനെ വിളിച്ചാലോടാ കിട്ടും. കിട്ടുമല്ലേ? എല്ലാരെയും വിളിച്ചൊക്കെ വരുത്തിക്കണമല്ലേ ഇവിടെ? എല്ലാരെയും വിളിച്ചോളെ. വരത്തിച്ചല്ലേ ഒരു വട്ടം അണ്ണനെ വിളിച്ച് വരുത്തിച്ചേട്ടാ. അണ്ണൻ ദിവാലിക്ക് പടക്കം പൊട്ടിക്കാതിരിക്കാടാ. വാസറിനെ വിളിച്ചോണ്ടിരിക്കുക. നമുക്ക് എന്ത് ദീപാവലിയാടാ, പടക്കം മേടിക്കാൻ എന്റെ അക്കൗണ്ടിൽ ദീപാവലി ആയിട്ടളിയാ 50 രൂപ. ഞാൻ പടക്കക്കട ചെന്ന് 2 പടക്കം ചോദിച്ചപ്പോഴേ പുള്ളി പറഞ്ഞു 50 രൂപ. ഞാൻ പറഞ്ഞു വേണ്ട വേണ്ടെന്ന് പറഞ്ഞു. ഞാനൊരു ഓലപ്പടക്കം മേടിക്കാൻ ചെന്നപ്പോ എന്നോട് 100 രൂപ പറഞ്ഞു. പൈസ ഇല്ലാത്തോണ്ട് ഞാൻ പോന്നടാ. ഞാനും അതുകൊണ്ട് അളിയാ ഇവിടെ അളിയാ അപ്പുറം ഇപ്പുറം ഒക്കെ പിള്ളേര് പടക്കം പൊട്ടിക്കുന്ന കണ്ടിട്ട് കോതി. അളിയാ അച്ഛന് ഞാൻ മറ്റേ പേപ്പറിലെ പടക്കം ഉണ്ടാക്കി കൊടുക്കത്തില്ല അളിയാ. ഇങ്ങനെ ആക്കുമ്പോ വരയ്ക്കുമ്പോ പടക്കം പൊട്ടുന്നത്. അളിയാ ഞാനതാ അളിയാ അച്ഛൻ ഉണ്ടാക്കി കൊടുത്ത. പൈസ ഇല്ലാത്തോണ്ട് അളിയാ ഞാൻ പടക്കമൊന്നും പൊട്ടിച്ചില്ല അളിയാ. കുഴപ്പമില്ല, വാസറിനെ എടുക്കുന്നില്ല. ചന്ദ്രു പരിപാടിക്കല്ലേ? പിത്തളജിയെ വിളിച്ചു ഞാൻ വെച്ച് കിട്ടും എനിക്ക്. എല്ലാരെയും വിളിച്ചു വരുത്തിക്കണല്ലേ നാട് മൊത്തം. രസമായിരിക്കുമല്ലേ എളിയാ? എടാ ആരും ഒന്നില്ലല്ലോ, എനിക്കൊരു വിശ്വാസം ഉണ്ടല്ലേ നീ വരുമെന്ന്. ചന്ദ്രു നമ്മളെല്ലാവരുടെയും ബർത്ത്ഡേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും ചന്ദ്രു. നമ്മുടെ ബർത്ത്ഡേക്ക് വരെ ആരും ഇല്ല. കേട്ടോടാ കേട്ടോടാ, ഇതൊക്കെ കേൾക്കുന്നുണ്ടോ നീ? ചന്ദ്രബോസിന്റെ തനി സ്വരൂപം ഇതാണ് കേട്ടാ. ചന്ദ്രു നമ്മുടെ ബർത്ത്ഡേ, നമ്മളെല്ലാവരുടെയും ബർത്ത്ഡേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കോട്ടും വടക്കോട്ടും ഒക്കെ ഓടി നടക്കും. ചന്ദ്രു ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്ന ചന്ദ്രു 12 മണിയാകുമ്പോ ഇങ്ങനെ എത്തുമെന്നാണേ. ശരി കേട്ടോ, ശരി 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 ശരി. ചന്ദ്രു എക്സ്പോസ് ചന്ദ്രു പറഞ്ഞു കേട്ടോ, കുണ്ണ നിന്റെയൊക്കെ ബർത്ത്ഡേ ആഘോഷം എന്തോ ഉമ്പാനാണ്. അതെ ഞാനും ജനിച്ച മനുഷ്യനല്ലേ അളിയാ. കണ്ണാപ്പിയേ ഓ അളിയാ പറ. കണ്ണൻ 2000, മാസുണ്ണൻ 2000, ചന്ദ്രു 1000, 5000 12 മണിക്കുള്ള സെറ്റ് ആയിട്ടുണ്ട്. ബാക്കി ഇവിടെ നിന്ന് അതെങ്ങനെ 2000 എങ്ങനെ സെറ്റ്? എല്ലാരെയും വിളിച്ച് ഓർമ്മിപ്പിച്ചില്ലേ? അങ്ങനെ 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 ബാബുചേട്ടനെ വിളിച്ചു പറയാം കേട്ടോ. ബാബുചേട്ടൻ ആര് വന്നില്ലെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ ആര് വന്നില്ലെങ്കിലും ബാബുചേട്ട് വരും. കട്ട് ചെയ്തടാളിയെ, കട്ട് ചെയ്തടാ ബാബുചേട്ട്. താല്പര്യം ഇല്ലെന്നുള്ള രീതിയില്
എടാ 50 എന്നിട്ട് മെസ്സേജ് ഇടുവാണ് സോറി ഐ ക്യാൻ ടോക്ക് റൈറ്റ് നൗ എന്ന്. ഞാൻ എടുക്കുന്നിടം വരെ വിളിച്ച് ശല്യം ചെയ്തോണ്ടിരിക്കും കേട്ടാ. എടാ ഈ മെസ്സേജ് ബാബുച്ചിട്ട് മെസ്സേജ് ഇട്ട കേട്ടോടാ. ബോയ് ഇത് നോക്കിയേ, സോറി ഗൈസ് ഐ ക്യാൻ ടോക്ക് റൈറ്റ് നൗ എന്ന്. പൈസക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ലോകം. സ്നേഹത്തിന് ഈ ലോകത്ത് ഇപ്പൊ ഒരു വിലയില്ല. സത്യം സത്യം സത്യം. കവട കവട സഞ്ചാരികൾ വാഴും ഈ ലോകത്ത് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതെ എനിക്ക് താല്പര്യമില്ല. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ താങ്ക് യു. ഭയങ്കര സന്തോഷമുണ്ട്. ഹലോ എല്ലാരും ഇത് സന്തോഷം ജീപ്പ് വഴി ഹലോ? ഇച്ചിരി കൂടെ അടാ എന്റെ ബർത്ത്ഡേ ആണോ നാളെ. കേക്കൊക്കെ ആയിട്ട് നീ രാത്രി വരത്തില്ലടാ 12 മണിക്ക്. എടാ എന്റെ ബർത്ത്ഡേ നാളെ, നീ കേക്കൊക്കെ ആയിട്ട് 12 മണിക്ക് എത്തത്തില്ലേ? ആളിയാ ഞാൻ അതും പ്രതീക്ഷിച്ചിരിക്കുക കേട്ടോ. ശരി ശരി വന്താരോടാ വന്താരം. എടാ ചന്ദ്രു ലൈവ് വന്നതാടാ, അപ്പൊ ചന്ദ്രു വരില്ല കേട്ടോ. കൺഫേം, ഒരാള് കൺഫേം. ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഞാൻ കൺഫേം അല്ലേ? ഞാൻ വിട്ടേടാ എടാ വേറെ ആരും വന്നില്ലല്ലോ, നീ ഒരു വിശ്വാസം ഉണ്ടോ എനിക്ക്? കണ്ണാപ്പിന്ന് വിളിച്ചേടാ. കണ്ണാപ്പി കേട്ടില്ലേടാ, നമ്മളിവിടെ റൂമിൽ ഇരിക്കടാ. എടാ സൗണ്ട് കേട്ട് കേസാവേ വിഷ്ണുവിന്റെ. അത് നീ വെളിപ്പെടുത്തല്ലേ അത്. പിടിച്ചു കേട്ടോ, ഇവിടെ ആൾക്കാർ പിടിച്ചില്ലേ ഇവര്. പോകാനുള്ളവർ പോകും, നിൽക്കാനുള്ളവർ നിൽക്കും. ആരെയും പിടിച്ചു നിർത്താൻ പറ്റില്ല. സത്യത്തിൽ ആരെയും പിടിച്ചു നിർത്താൻ പറ്റൂലേ? കാരണം ഒരു 1000 GB വേണ്ട പൈസ ഒന്നും വേണ്ട, പൈസ ഒന്നും വേണ്ട. ഞാൻ ഈ ബർത്ത്ഡേ കൊണ്ടാണ് ആളിയാ. നമ്മളോട് 24 മണിക്കൂറും വിളിക്കുന്ന കുണ്ണാളെ വരെ മനസ്സിലാക്കി കേട്ടോടാ പോയി. എന്നെ 24 മണിക്കൂർ നീ പറഞ്ഞല്ലേടാ. സ്റ്റിൽ അവൻ ആരെന്ന് പോലും അറിയത്തില്ല. അവൻ ഇത്രയും ചന്ദ്രുവാടാ ഞാൻ ചന്ദ്രുവിന്റെ ചാറ്റ് ഇടുക. ഡോർ തുറന്ന് ആയിട്ട് കേറിയ മതി. ആരേലും എന്തേലും പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് പൊള്ളേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം അത് വേറൊരാളിനെ, ചന്ദ്രൻ എന്ന് പറഞ്ഞ വേറൊരാളാ, വേറൊരു ക്യാരക്ടറിനെ പറയണേ. ആ മിനിമം ബോധം പോലും ഇല്ലാത്ത ഏവനും ഒരുത്തൻ, ഏതോ ബീഡിസിന് പണ്ട് അലീനെ എന്തോ തെറി പറഞ്ഞ എന്തിനോ പെർമനന്റ് ബാൻ എന്തോ കിട്ടിയത്, അങ്ങനെ ആരൊക്കെ പറയുന്നുണ്ടോ? ഞാൻ ചാറ്റ് ഇട്ടിട്ടുണ്ടേ. അതുകൊണ്ട് ഡോർ തുറന്ന് ഇട്ടിട്ടുണ്ട്, കേക്കായി ഒന്ന് കേറിയാ മതി എന്നാ. ഓടാ കണ്ണാപ്പി, ശരിയടാ. ശരി 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 ശരി. ചന്ദ്രന്റെ പറച്ചിൽ ചെല്ലുന്നുണ്ട്, വരത്തില്ല നല്ലടാ. സുനി മോനെ നിനക്ക് ഓ ബ്ലേഡ് സുനിയെ മതിയല്ലേ, ബ്ലേഡ് സുനിയെ. എടാ പോയേ, എല്ലാരും ഫേക്കാടാ. ചന്ദ്രന് ബ്ലേഡ് സുനിയെ മതിയടാ. കുഴപ്പമില്ലടാ, നമ്മളെ ഫേക്ക് അല്ലെങ്കിൽ അടാളിയാ. ഫേക്ക് അല്ലാതെ ഇവിടെ 650 പേര് നമ്മളോട് ഇല്ലടാ അളിയാ, അത് മതിയടാ. സക്കീർ വരും ട്രൂ ഫ്രണ്ട് ആയിട്ട്. സക്കീർ വരുവാണെങ്കിൽ, സക്കീർ 12 മണിക്ക് ഇവിടെ കഥം തുറന്ന് വരുവാണെങ്കിൽ ഞാൻ ഇവിടെ 24 മണിക്കൂറിലായി വരും ഞാനിവിടെ. എടാ നിന്റെ ടാർഗറ്റ് അടിച്ച് മെമ്പർഷിപ്പ് ഗോൾ കംപ്ലീറ്റ് ആയില്ലേ? കംപ്ലീറ്റ് ആയി, 21 അത് മാറ്റട്ടെ. എടാ 60 40 എത്ര? 300 300ഉം 30 എത്ര? 331 ആണല്ലേ. ചന്ദ്ര പബ്ജി ആണ് കേട്ടോ ഇന്ന്. ഇതിൽ 200ഉം ജോക്കർ പ്രോയാന്ന് തോന്നണല്ലേ? അതിൽ 300ഉം ജോക്കർ പ്രോയാണ്. അല്ല 300 അല്ല, ഏകദേശം ഒരു 250ഓളം ജോക്കർ പ്രോയാ. 500 ഇട്ടിട്ട് 331. ഇപ്പൊ കറക്റ്റ്. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ആണ്. അത് മതി ഗൈസ്, അത് മതി. നിങ്ങളെ വിഷ് ചെയ്താൽ മതി, എനിക്ക് വേറെ വേണ്ട. എല്ലാവരും എനിക്ക് ഇൻസ്റ്റയില് മെസ്സേജ് അയച്ചു, എല്ലാവരും സ്റ്റോറി ഇടണേ ഗൈസ് എല്ലാവരും. ഇല്ല അത് എനിക്ക് വിഷമമാകും കേട്ടോ. എല്ലാവരും സ്റ്റോറി ഇടും, പക്ഷേ അവ റീഷെയർ ചെയ്യുന്ന അവന് ഇഷ്ടപ്പെട്ടവർ മാത്രമേ ആയിരിക്കും. റീഷെയർ ആരും ചെയ്യത്തില്ല ഞാൻ ഈ പ്രാവശ്യം, അത് ഞാൻ തീരുമാനിച്ചു. ചെയ്യൂലേ? അതെ നിന്നെ ചെയ്യൂലേ, നിന്നെ എല്ലാവരും ഞാൻ ചെയ്യാനാണ്.
എന്നാ ചോറി ഇടുന്നില്ല. ഉണ്ണയുടെ പാട്ടയൊക്കെ ചോറി ഇട്ടിട്ട് എന്ത് കാര്യം? അല്ലെ നമ്മുടെ മാസ് ഫോട്ടോ ഇടണ ഇളയാ ഇച്ചിരി മാസ് ഇടണ ഇളയാ. അല്ലെ 2 പുകയൊക്കെ എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ നമ്മുടെ, അതങ്ങ് ഇട്ടാ മതി കേട്ടാ. 344 ഓ ഡാർക്ക് ടീക്ക് കറക്റ്റ് കാണാം. ആ ഇന്നലത്തെ കുറച്ചുണ്ടായിരുന്നു കേട്ടാ. കഴിഞ്ഞ വട്ടം പുകയെടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ടേ ചേച്ചി അവിടെ നിന്നൊരു വിളിച്ചായിരുന്നു എന്നെ. എന്നിട്ട് ഇത് പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഫോട്ടോ എടുക്കാൻ വേണ്ടി കണ്ണാപ്പി ചുണ്ടി വെച്ചെന്ന്. ആണല്ലേ. എന്നെ ചെയ്യണ്ട കൊടും പറ്റിയോറാ. ബർത്ത്ഡേ ആയില്ല, നാളെയാണ് നാളെയാണ് ഇന്നല്ല. എടാ ബോബോയ്, എടാ നമുക്ക് കൂട്ടുകാരൊന്നും ഇല്ലാത്തോണ്ട് നമ്മുടെ ബർത്ത്ഡേക്ക് ആരും വരത്തില്ലല്ലോ എടാ ബോബോയ്. ആടാ നമ്മളെല്ലാവരുടെയും ബർത്ത്ഡേക്ക് ആടാ അങ്ങോട്ട് കേക്കൊക്കെ ആയിട്ട് പോവാടാ. 12 മണിക്കൊക്കെ അതോ തുറന്ന് സർപ്രൈസ് ആയിട്ട്. ആ ചന്ദ്രൻ ഉണ്ടായിരുന്നു VC-യില്. എന്റെ ബർത്ത്ഡേക്ക് ഒരു പുണ്ടച്ചീനെ ഞാൻ ഇങ്ങോട്ട് കണ്ടില്ലായിരുന്നു. അല്ല ചന്ദ്രു, നമ്മള് കുഴപ്പമില്ല നമ്മളെല്ലാവരുടെ കാര്യത്തിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും. 2 മാസം മുന്നേ ഇത് ഇപ്പൊ ആരെ ബർത്ത്ഡേക്ക് പോയി കാര്യമാണ് പറയുന്നത്? അല്ല ചന്ദ്രു, അത് കുഴപ്പമില്ല ചന്ദ്രു, മനസ്സിലായി സിറ്റുവേഷൻ മനസ്സിലായി. നമ്മുടെ പിള്ളേരല്ലേ എന്തൊരു നമ്മുടെ ബർത്ത്ഡേ. ആര് പിള്ളേര്? നീയാ കാളമുട്ടം പോലെ വളർന്ന മൈൻഡാ? നീയാണോ പുള്ള? ചന്ദ്രു, ഞാൻ പുള്ളയാണ് ചന്ദ്രു അറിയില്ല. എനിക്ക് 21 വയസ്സ്. അല്ല ചന്ദ്രു, ഞാൻ വേറെ ആരും എക്സ്പെക്ട് ചെയ്തില്ല ചന്ദ്രുവിനെ എക്സ്പെക്ട് നിനക്ക് എത്ര വയസ്സ്? 22. 22. കൊച്ചി കേറാത്ത ബാറൊന്നും ഇല്ലേ? 23 വയസ്സല്ലാണ്ട് ബാറും കേറ്റില്ല. സത്യം. കണ്ണാപ്പി മോനെ, അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. വേണ്ട അത് കേക്കണ്ട, കുഴപ്പമില്ല. താങ്ക്സ്. അത് വേണ്ട. ഗിഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും 10,000 2,000 മതി, വണ്ടി എത്തിച്ചാ മതി. ഗിഫ്റ്റ് ആയിട്ട് ശരി 12 മണിക്ക് എത്തിക്കണേ. ശരി. മാറി വന്നില്ലല്ലോ, എന്താ രണ്ട് എത്തിച്ചാ പോരെ. ഹർഷ ബ്രോ താങ്ക്സ് ഫോർ 30 രൂപീസ് സൂപ്പർ ചാറ്റ്. ഇതാരായിരുന്നു? ഓഫൈ ഗോഡ്സി ബ്രോ താങ്ക്സ് ഫോർ 40 രൂപീസ്. സോറി കണ്ണന്റെ സ്റ്റോറി ഉണ്ട്, നാളെയാണ് എന്റെ ബർത്ത്ഡേ. പിന്നെ സ്റ്റോറി എടാ അതൊക്കെ ഇരിക്കട്ടാ പോയി. നമ്മുടെ അണ്ണൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷടാ, വേറെ ആരും ഒന്നില്ലേ. ഗിഫ്റ്റ് ഒക്കെ ഉണ്ടോ അണ്ണാ? വലുതായിട്ടൊന്നും വേണ്ട, ഐഫോൺ മതി. പറഞ്ഞല്ല ഐഫോൺ മതിയോ? ഐവാച്ച് എത്ര യൂസ് എന്നാലും ഐവാച്ച് ഉണ്ടോ? ഞാൻ വേറെ വാച്ച് നോക്കി വെച്ചിട്ടുണ്ട്, അത് വെച്ചെന്നാ ആ റിച്ചാർഡ് മെയിലിന്റെ ആണ് നോക്കി വെച്ചേക്കുന്നേ. അണ്ണാ അറിയില്ല, കുറഞ്ഞൊന്നും ഇടൂല്ലത് ഞാൻ. അപ്പനപ്പൂപ്പന്മാരായിട്ടെ കോടീശ്വരാന്ന് അറിയാലോ. അണ്ണൻ ഇപ്പൊ ഇവനെ കണ്ട PSG മൂക്കുത്തിനെ പോലെ ഇല്ലേ കൂടെ നാളെ ഇനിയും അവന്മാർക്ക് ഒരാഴ്ചത്തേക്കുള്ള കണ്ടന്റ് നീ കൊടുക്കുന്നത്. അണ്ണാ ഇവൻ ഈ കളർ അടിക്കാൻ വന്നതേ അവനെ ഫാനായിട്ടാണ്. പോടാ വരാതെ അവന്റെ ഫാൻ അണ്ണാ. കണ്ണാപ്പി PSG-യില് അവസരം വരെ ചോദിച്ചു പോയി ഇവൻ. പോടാ ഇറങ്ങി. ഞാൻ നോക്കുമ്പോ ഞാൻ കളർ അടിച്ചു കഴിഞ്ഞാണ് ഞാൻ ഗ്രേ അടിക്കാനാണ് അവന്റെ അടുത്ത് പറഞ്ഞത്. അവൻ അന്ന് ഓണപ്പരിപാടിയായിരുന്നു. അവൻ അടിച്ചിട്ട് എന്തിനാണ് നിന്നത്. അവൻ നേരെ അടിച്ചു നിന്നിട്ട് അത് ശരി. എടാ കണ്ണാപ്പി നീ അവിടെ നിന്നാ നീ അവിടെ മെയിൻ ആവൂടാ. ഇപ്പൊ മൂക്കുത്തി ഇറങ്ങിയെന്നും കേക്കണ്ട. അപ്പൊ നീ അവിടെ ചെന്ന മെയിൻ. മറ്റേ എല്ലാരും ഹെയർ കളറിന്റെ അതേ സെയിം ഹെയർ കളർ ഇവരും ഉണ്ട്. ഇവിടൊക്കെ പോയതില് ഭേദം അണ്ടി കെട്ടി കടലി അറിയുന്ന ഇത് കണ്ടന്റാണ്. ഇത് നീ അടുത്ത കണ്ടന്റാണ്. അതെ, അപ്പൊ നീ പറഞ്ഞതൊക്കെ നല്ലതാണ്. ഞാനെന്താ നീ PSG മൂക്കുത്തി ഫാനാണ്, അതുകൊണ്ട് നീ കളർ അടിച്ച് ഇറങ്ങി. ആ പോത്ത് കണ്ണൻ. ആഹാ ഏതാ പേര്? പോത്ത് കണ്ണൻ. അവനടിച്ചോണ്ട് കളർ വരെ മാറ്റാനല്ലോ ഞാൻ തീരുമാനിച്ച. അയക്കാൻ പറ്റത്തില്ല. അതിപ്പോ കൺഫേം, ഇപ്പഴാണ് കൺഫേം ആയത്. അത് കുറച്ച് കഴിയുമ്പോ നിനക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായണ. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഒന്നും പറഞ്ഞില്ല. ബോധമില്ല ഓരോന്ന് പറയും. നാളെ സരക്കണ ലൈവില് അവരാധിക്കും. ഞാനൊന്നും പറയില്ലല്ലോ, ഞാൻ അവിടെ ഉണ്ടായിരിക്കല്ലേ. ഉമ്മല്ലേ പറഞ്ഞ. അയ്യോ
ഇതൊക്കെ അണ്ണന്റെ തലയിലാവും. അപ്പൊ നാളെ വാസമാണ് പുള്ളിയെ കൂടെ ഇച്ചു. കള്ളക്കാരൻ ഞാൻ. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. തുടക്കം ഇട്ടത് പോയി തുടക്കം ഇട്ട പോയി. അജീഷ് ബ്രോ എന്നായിട്ടൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കട്ടെ. ഞാനിവിടെ ഫുഡ് കൊടുത്ത് വളർത്തുന്ന ഒരു പോത്തുണ്ട്. അവിടെ പണ്ടത്തെ ഭയങ്കര അതാ ഞാൻ ഫുഡ് കഴിക്കാട്ടോ കഴിക്കാനും ഭയങ്കര അവരൊക്കെ എന്തൊരു പ്രശ്നമാണ്. എന്തൊക്കെ അവന്റെയൊക്കെ പ്രശ്നം വെച്ച് സർക്കിൾ ഡൗൺ ആയിരുന്നു. എന്താടാ വെടിവെച്ചിട്ടോ അണ്ണനെ ആരെങ്കിലും? എടാ അതൊന്നുമല്ല കോമഡി കേട്ടാ. ആ ഞങ്ങൾക്ക് ടി വി ഫ്ലെക്സ് കണ്ടന്റ് ഇട്ട് നമ്മള് എല്ലാവരും ഉള്ള കണ്ടന്റ് അവന്റെ അടിയിൽ ഒരുത്തൻ ഇവനൊക്കെ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിഞ്ഞേറി വരുന്നത്, മറ്റേ ഹേറ്റ് കിട്ടുമ്പോഴത്തേക്ക് ഹേറ്റ് മാറ്റാൻ വരുന്നതാണ്. മസിൻ ബ്രോ താങ്ക് യു സോ മച്ച് 459 രൂപ സൂപ്പർ ചാറ്റ്. താങ്ക് യു സോ മച്ച് ബ്രോ. കൊറേ നേടുമല്ലോ ഇങ്ങനെയാണ്. ഞാനും കണ്ണാപ്പിയും വിഷ്ണു അങ്ങനെ കുറച്ച് പേരുടെ ഒരു ഗ്യാങ് തുടങ്ങാൻ അണ്ണാ ഞാൻ പറയട്ടെ അണ്ണാ, നമുക്ക് എല്ലാവരോടും നമുക്ക് പോത്തൊക്കെ ഒരു ഗ്യാങ് തുടങ്ങിയാലേ? അണ്ണനെ ഞാന് രായണ്ണനെ ഒക്കെ ചേർന്ന് ഒരു ഗ്യാങ് തുടങ്ങിയാലോ? അണ്ണ നമുക്ക് ഒരുമിച്ച് സ്ട്രീം ചെയ്യാം. ഞാൻ നീ ഒരു പരിപാടിക്കില്ല.